മെൽബൺ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യുണൈറ്റ് 2025 വർണ്ണാഭമായ തുടക്കം. ബെൽഗ്രേവ് ഹെഡ്സ് കൺവെൻഷൻ സെന്ററിൽ ഫെബ്രുവരി 6 മുതൽ 9 വരെയാണ് യുണൈറ്റ് കോൺഫറൻസ് നടത്തപ്പെടുന്നത്. മെൽബൺ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യുണൈറ്റ് 2025 വർണ്ണാഭമായ തുടക്കം. ബെൽഗ്രേവ് ഹൈറ്റ്സ് കൺവെൻഷൻ സെന്ററിലാണ് യുണൈറ്റ് 2025 നടത്തപ്പെടുന്നത്. യുണൈറ്റ് കോൺഫറൻസ് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷമാണെന്ന് ആമുഖ പ്രഭാഷണത്തിൽ മെൽബൺ സെന്റ് തോമസ് സീറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോൺ പനന്തോട്ടത്തിൽ CMI വ്യക്തമാക്കി. ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും ആഘോഷമാണ് യുണൈറ്റ് കോൺഫറൻസ്. ക്രിസ്തുവിനെ മനസ്സിലാക്കുക, ദിവ്യകാരുണ്യത്തിലൂടെ ആത്മീയ പോഷണം നേടുക, അനുരഞ്ജന കൂദാശയിലൂടെ അനുരഞ്ജനത്തിലേക്കും ക്രിസ്തുവിനോടും സമൂഹത്തിനോടും കൂട്ടായ്മയിൽ വളരാനും വിവിധങ്ങളായ കഴിവുകളും സാധ്യതകളും ദൈവരാജ്യത്തിനു വേണ്ടി സമർപ്പിക്കാനുമുള്ള ഒരവസരമാണ് യുണൈറ്റ് കോൺഫറൻസ് എന്ന് മാർ ജോൺ പനന്തോട്ടത്തിൽ വിശദമാക്കി. മെൽബൺ രൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പീറ്റർ കോമൻസോളി മുഖ്യപ്രഭാഷണം നടത്തി. ലോകത്തിലെ താൽക്കാലിക വെളിച്ചവും ക്രിസ്തുവിന്റെ ശാശ്വത വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണമെന്ന് ആർച്ച് ബിഷപ്പ് പീറ്റർ കോമൻസോളി യുവാക്കളോട് ആഹ്വാനം ചെയ്തു. ക്രിസ്തു ജീവൻ നൽകുന്ന വെളിച്ചമാണ്. സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പ്രശസ്തി, ഉപബോധകൃത സംസ്കാരം തുടങ്ങിയ താൽക്കാലിക പ്രകാശം നമ്മെ യഥാർത്ഥത്തിൽ ഉജ്ജ്വലമാക്കുന്നതല്ലെന്നും കാഴ്ചമറയ്ക്കുന്ന ഒരു മൂടൽമഞ്ഞു മാത്രമാണെന്നും ആർച്ച് ബിഷപ്പ് യുവജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഫെബ്രുവരി 6 മുതൽ 9 വരെയാണ് യുണൈറ്റ് കോൺഫറൻസ് നടക്കുന്നത്. അഭിവന്യ പിതാക്കന്മാരും പ്രശസ്ത കത്തോലിക്ക പ്രഭാഷകരും ഈ ദിവസങ്ങളിൽ യുവജനങ്ങളുമായി സംവദിക്കും. കൂടാതെ വിശുദ്ധ കുർബാന, ആരാധന, യാമപ്രാർത്ഥന എന്നിവയും യുണൈറ്റ് 2025 ഭാഗമായിരിക്കും. ഒപ്പം മ്യൂസിക് ബാൻഡ്, വിവിധ ഫൊറോനകൾ നടത്തുന്ന കലാപരിപാടികൾ എന്നിവയും യുണൈറ്റ് 2025 മാറ്റുകൂട്ടും. യുണൈറ്റ് 2025 പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിനോട് ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന, ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാവും സമ്മാനിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.